നിങ്ങൾ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവും ഈ കോഴ്സൊക്കെ കൊടുക്കണവർക്ക് കുറച്ച് കാശ് കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് 1 കോടി രൂപ എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിൽ നിന്ന് കുറെ പൈസ വാങ്ങിയിട്ട് അവർക്ക് അവരുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്ത് കോടികൾ ഉണ്ടാക്കിക്കൂടെ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് അത് പറ്റുന്നില്ല? അവർ മാക്സിമം ഇങ്ങനത്തെ കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, ട്രേഡിംഗ് വളരെ കുറവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരമാണ് ട്രേഡിംഗ് ഈസ് എ 90% അല്ലെങ്കിൽ 80% സൈക്കോളജിക്കൽ ഗെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ സൈക്കോളജി ആണ് ട്രേഡിങ്ങിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സക്സസ് ആവാനുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് വെച്ചാൽ നമ്മൾ സൈക്കോളജി റെഡിയാക്കണം. ബാക്കി 20% മാത്രമേ ഉള്ളൂ ടെക്നിക്കലി. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു കോഴ്സ് കൊടുക്കുന്ന ആളാണ്. ഞാനൊരു 1 കോടി രൂപ റൈസ് ചെയ്തിട്ട് ഈ ടെർമിനലിന് മുന്നിൽ വന്നിരിക്കുന്ന സൈക്കോളജിയും ഇന്ന ട്രേഡ് എടുത്തോന്ന് പറഞ്ഞിട്ട് ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന സൈക്കോളജി രണ്ടും രണ്ടാണ്. ഇമോഷണലി കണക്ഷൻസ് ഉള്ള പൈസ ഇട്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷണൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും ക്യാപിറ്റൽ വാഷ് ഔട്ടും പോലത്തെ ഒരുപാട് പ്രോബ്ലംസിൽ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള നമ്മളെ ഫണ്ടിൽ നിന്ന് കുറവ് വരുമ്പോൾ നമ്മളെ സൈക്കോളജി ടോട്ടലി ഡിസപ്പോയിന്റ് ആയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൈക്കോളജിക്കൽ പാർട്ട് നമ്മൾ 100% ക്ലിയർ ആക്കാൻ നോക്കുക. കാരണം ഓരോരുത്തരുടെയും സൈക്കോളജി അവന്റെ ജീവിത സാഹചര്യങ്ങളും വളർന്നു വന്ന സാഹചര്യം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏരിയയിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. പേജിൽ മെയിൻ ആയിട്ട് നമ്മളെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങളെ സൈക്കോളജിക്കൽ പാർട്സ് കറക്റ്റ് ആക്കണം. നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സും ഞങ്ങൾ പറഞ്ഞു തന്നെയായിരിക്കും. പിന്നെ നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് നമ്മളെ പേജ് സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ.